ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഭാഷ് ചന്ദ്ര ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹോളിവുഡ് മൂവിയെക്കുറിച്ചാണ്. കാസ്റ്റവേ. ഈ വീഡിയോ കാണുന്ന പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരും കാണും. ഈ സിനിമ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് ഒരു കാരണമുണ്ട്, അത് ഞാൻ അവസാനം പറയാം. 2000-ൽ പുറത്തിറങ്ങിയ വളരെ മികച്ച രീതിയിലുള്ള ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയ സിനിമയായിരുന്നു കാസ്റ്റവേ. റോബർട്ട് സെമിക്സ് എന്ന് പറയുന്ന സംവിധായകൻ്റെ സൃഷ്ടിയിൽ ടോം ഹാങ്ക്സിൻ്റെ അങ്ങേയറ്റത്തെ അഭിനയം അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് സമ്മാനിച്ച സിനിമയായിരുന്നു കാസ്റ്റവേ. ഫെഡെക്സ് എന്ന് പറയുന്ന കൊറിയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ടോം ഹാങ്ക്സിൻ്റെ കഥാപാത്രം നേരിടുന്ന ഒരു വലിയ സർവൈവൽ ത്രില്ലറാണ് ഈ മൂവി എന്ന് പറയുന്നത്. ആ സിനിമ, അതിൻ്റെ തുടക്കം അദ്ദേഹം ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതും അതിനുശേഷം അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് ഒരു ക്രാഷ് ലാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ എത്തിപ്പെടുകയും 4 വർഷക്കാലം ആ ദ്വീപിനകത്ത് അദ്ദേഹം ഒറ്റക്ക് സർവൈവ് ചെയ്യുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫിലിമാണ് കാസ്റ്റവേ. ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ആ 4 വർഷക്കാലം എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു ദ്വീപിനകത്ത് ഒറ്റക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. ഒരു ദിവസം നമുക്ക് ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ടോം ഹാങ്ക്സിൻ്റെ കഥാപാത്രം 4 വർഷക്കാലമാണ് ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. അദ്ദേഹം ഓരോ ദിവസവും രക്ഷപ്പെടാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരാജയപ്പെടുന്ന സാഹചര്യമാണ് നമുക്ക് സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ ചേഞ്ചുകൾ, അദ്ദേഹത്തിന് ഭക്ഷണം വേണം, അങ്ങനെ പല ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യം നിറവേറ്റാൻ വേണ്ടി അദ്ദേഹം അവിടെ നടത്തുന്ന ഒരുപാട് പരാക്രമങ്ങളുണ്ട്. അദ്ദേഹം തൊട്ടടുത്ത് കടലായതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഫിഷിനെ പിടിക്കുന്നു. അദ്ദേഹം പച്ചക്ക് തന്നെ കഴിക്കേണ്ടി വരുന്നു. പിന്നീട് അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് പണ്ട് ആദിമ മനുഷ്യനൊക്കെ അവൻ്റെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത്, റവല്യൂഷൻ എന്ന് പറയുന്നത് അവൻ തീ കണ്ടുപിടിച്ചതാണ്. ആ ദ്വീപിൽ ഒറ്റപ്പെടുന്ന ടോം ഹാങ്ക്സിൻ്റെ കഥാപാത്രത്തിന് അവിടെ തീ ഇല്ല ആക്ച്വലി. അപ്പം അദ്ദേഹം ആ തീ ഉണ്ടാക്കുന്ന ഒരു സീനും ആ തീ അവിടെ ഉണ്ടാകുന്ന നിമിഷം അദ്ദേഹം അനുഭവിക്കുന്ന സന്തോഷവും നമുക്ക് ആ സിനിമയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നീട് അദ്ദേഹം ഈ പറയുന്ന ഫിഷിനെയൊക്കെ ചുട്ടു തിന്നുകയും അദ്ദേഹം അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. ദിവസങ്ങൾ കഴിയും തോറും ടോം ഹാങ്ക്സിൻ്റെ കഥാപാത്രത്തിന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും പ്രകൃതത്തിലും ആറ്റിറ്റ്യൂഡിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള രൂപമാറ്റത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ടോം ഹാങ്ക്സിന് ആ സമയത്ത് അവിടെ സംസാരിക്കാനോ തന്നെ ആരും തന്നെ ഇല്ല. അപ്പം അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് സംസാരിക്കാനില്ലെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഫെഡെക്സിൻ്റെ കമ്പനിയിൽ വരുമ്പം അതിനകത്ത് അദ്ദേഹം ഈ ദ്വീപിലേക്ക് എത്തിപ്പെട്ടതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫുട്ബോളും കൂടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുട്ബോളിന് അദ്ദേഹം കൈയുടെ ഒരു ചായയൊക്കെ കൊടുത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് വെച്ച് ഇതിനോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആ ഫുട്ബോളിനോട് പലരും സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ ദേഷ്യം, സങ്കടം എല്ലാം അദ്ദേഹം ആ ഫുട്ബോളിനോട് പ്രകടിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന് പകരം ഒരു ഫുട്ബോളിനെയാണ് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയ ആയിട്ട് കാണുന്നത്. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ രൂപമാറ്റത്തിനുണ്ടാകുന്ന വ്യത്യാസം പോലെ തന്നെ ആ ഫുട്ബോളിനും ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. അതിലെ കാറ്റൊക്കെ പുറത്തോട്ട് പോയി അത് ചുക്കിച്ചുളിഞ്ഞ് ഒരു മനുഷ്യൻ പ്രായമാകുമ്പോൾ അവരുടെ സ്കിന്നിലുണ്ടാകുന്ന വ്യത്യാസം പോലെ തന്നെ ആ ഫുട്ബോളിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ടോം ഹാങ്ക്സ് പലതവണ അദ്ദേഹം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ പലതവണ ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്നു. അദ്ദേഹം വീണ്ടും നിരാശനായി മടങ്ങുന്നു. ആകാശത്തൂടെ ഫ്ലൈറ്റുകൾ പോകുന്ന സമയത്ത് അദ്ദേഹം പല സിഗ്നലുകളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പറ്റാവുന്ന സിഗ്നലുകളെല്ലാം വെച്ച് അദ്ദേഹം നോക്കുന്നു. പക്ഷെ അതൊന്നും ഒരു ശ്രദ്ധ കിട്ടാതെ പോവുകയും അദ്ദേഹം വീണ്ടും അവിടെ തന്നെ ഒരുപാട് കാലം കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യവും വരുന്നു. പിന്നീട് ഒരു ദിവസം അദ്ദേഹം ഒരു ചങ്ങാടം, കുറേ മരത്തടികൾ കൊണ്ടുള്ള ഒരു ചങ്ങാടം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ യാത്ര പുറപ്പെടുകയും അദ്ദേഹം അതീവ ക്ഷീണിതനായി നിൽക്കുന്ന അവസ്ഥയിൽ ഒരു ഷിപ്പ് വരികയും ആ ഷിപ്പിലൂടെ അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അതിനുശേഷം അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് അൺസർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് സംഭവിക്കുന്നുണ്ട്. ഞാൻ ഈ കാസ്റ്റവേ എന്നുള്ള സിനിമയെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനല്ല, എനിക്ക് കുട്ടികളോടും പേരൻസിനോടും ഈ സിനിമ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം.
ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഫിലിമാണ്. എന്നാലും ഇന്നും കാണാത്ത ഒരുപാട് പേരുണ്ടാകും. നമ്മുടെ കുട്ടികൾ ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരുപാട് ആത്മഹത്യകളും അങ്ങനെയുള്ള ഒരുപാട് മോശം രീതിയിലേക്കും പോകുമ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യന്മാർ ഈ ഭൂമിയിൽ നടത്തിയ സർവൈവൽസിനെ കുറിച്ചിട്ട്. ഓരോ കാലഘട്ടത്തിനകത്തും ഈ കാസ്റ്റവേ എന്നുള്ള സിനിമയിൽ കാണുന്നതിനേക്കാളും വളരെയധികം തീക്ഷ്ണമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള അവൻ്റെ സർവൈവലുകൾ. അത്തരം സർവൈവലുകൾ കഥകൾ ഒരുപാട് ആയിരക്കണക്കിന് കഥകളുണ്ട്. ഓരോ മനുഷ്യരും ഓരോ മനുഷ്യ വിഭാഗങ്ങളും നടത്തിയ അല്ലെ, ആദിമഘട്ടത്തിൽ മനുഷ്യൻ മൃഗങ്ങളോടും കാറ്റിനോടും തീയോടും ഒക്കെ പൊരുതിയിട്ടാണ് ജീവിച്ചു വന്നത്. ഇന്നും മനുഷ്യൻ അതിൻ്റെ ഒരുപാട് തീക്ഷ്ണമായ യാഥാർത്ഥ്യവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ കാണിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ യാഥാർത്ഥ്യത്തിലുള്ള ഒരു മനുഷ്യന്റെ സർവൈവലിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഈ ജീവിതത്തിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഡ്രഗ്സിന് അടിമയായി തീരുകയും ഒടുവിൽ സൂയിസൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം കുട്ടികളെ നിങ്ങൾ വീട്ടിലിരുത്തി കാണിക്കേണ്ട സിനിമയാണ് കാസ്റ്റവേ എന്ന് പറയുന്നത്. പേരൻസും കുട്ടികളും ഒരുമിച്ചിരുന്ന് ഈ സിനിമ കാണുകയും ആ സിനിമയിലൂടെ ഒരു ഊർജ്ജം ഉണ്ടാക്കിയെടുത്ത് പിന്നീടുള്ള ജീവിതത്തിൽ അതൊരു എനർജിയായി മാറി അവന് മുന്നോട്ട് പോകാനുള്ള യാത്രയിൽ ഒരു സുഗമമായ പാത തെളിക്കാൻ കാസ്റ്റവേ നിങ്ങളെ സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സിനിമക്കും പുസ്തകങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുണ്ട്. മനുഷ്യനെ എല്ലാ കാലത്തും സ്വാധീനിച്ചിട്ടുള്ളത് പുസ്തകങ്ങളും സിനിമകളൊക്കെ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നല്ല സിനിമകൾ കുട്ടികൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന കാസ്റ്റവേ എന്നുള്ള സിനിമ. നിങ്ങളെല്ലാവരും കാസ്റ്റവേ എന്ന് പറയുന്ന ദ ഗ്രേറ്റസ്റ്റ് സർവൈവൽ ആയിട്ടുള്ള സിനിമ, ലോകം മൊത്തം കണ്ടിട്ടുള്ള സിനിമ നിങ്ങൾ കാണുക. കണ്ടവർ വീണ്ടും വീണ്ടും കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ ഈ സിനിമ നിങ്ങളെ സഹായിക്കും. എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഈ സിനിമ വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ. സോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.